പമ്പ നിലയ്ക്കൽ പാതയിൽ കാട്ടാനിറങ്ങി തീർത്ഥാടക വാഹനങ്ങൾ കുറുകെ കടന്ന കൊമ്പൻ റോഡിൽ തന്നെ നിലയുറപ്പിച്ചു. വാഹനങ്ങൾ ഒതുക്കി നൽകിയതോടെ ആന കാട് കയറി. ഇപ്പോൾ ആ ദൃശ്യം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ഇത്രയും അപകടം പിടിച്ച അവസ്ഥയിൽ വളരെ അടുത്ത് തന്നെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഈ ഈ കാട്ടാന ശല്യമൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്കാൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ കൊമ്പൻ റോഡ് മുറിച്ച് തിരിച്ച് കാട്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണഗതിയിൽ ഈ തീർത്ഥാടന കാലത്ത് അത്ര വലിയ ആനശല്യം ഈ തീർത്ഥാടന പാതയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ വിരളമായാണ് ഇങ്ങനെ ആന ഇറങ്ങിയിരുന്നത്. ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോകുന്ന വഴിയിൽ ഈ കാട്ടാന ഇറങ്ങിയത്, കൊമ്പനാണ് ഇറങ്ങിയത്. ഇന്ന് സ്വാഭാവികമായും വലിയ തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ്. നിരവധി തീർത്ഥാടന വാഹനങ്ങൾ പുലർച്ചെ പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്കും തിരിച്ചും യാത്ര ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഈ കൊമ്പൻ ഇവിടെ നിന്ന് ഇറങ്ങി റോഡിന് നടുവിൽ നിന്നത്. എന്തായാലും വാഹനങ്ങളൊക്കെ ഒതുക്കി നൽകി. 2 KSRTC ബസ് ഈ സമീപത്തുണ്ടായിരുന്നു. അത് ആ ബസ്സിൻ്റെ ഓൺ മുഴക്കിയും മറ്റു വാഹനങ്ങൾ ഒതുക്കി നിർത്തിയും ഒക്കെയാണ് ആനയ്ക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കിയത്. എന്തായാലും അപകടമൊന്നും ഉണ്ടാക്കാതെ, വലിയ വെല്ലുവിളിയൊന്നും ഉണ്ടാക്കാതെ ആന കാട് കയറി തിരിച്ച് പോയി. എന്തായാലും ഈ തീർത്ഥാടന പാതകളിൽ അതൊരു സ്വാഭാവിക കാഴ്ചയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു അശ്വിൻ പാലാഴി.